Hello children, welcome to my class. CBSE 7th സ്റ്റാൻഡേർഡിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മിഠായി വാല എന്ന ചാപ്റ്റർ പരിചയപ്പെടാം. हिंदी के प्रमुख लेखक भगवती प्रसाद वाजपेयी की कहानी है मिठाई वाला. മിഠായി വാല ഹിന്ദിയിൽ അറിയപ്പെട്ട ലേഖകനായ ഭഗവതി പ്രസാദ് വാജ്പേയിയുടെ ഒരു കഥയാണ്. ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ വലിയ ഇഷ്ടമാണ് അല്ലേ? തെരുവുകൾ തോറും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കളിപ്പാട്ടക്കാരെ നിങ്ങൾ കണ്ടു കാണും. അത്തരത്തിലുള്ള ഒരു കളിപ്പാട്ടക്കാരൻ്റെ കഥയാണ് മിഠായി വാല. എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെ കരുതി അവർക്ക് വേണ്ടി വളരെ കുറഞ്ഞ വിലയ്ക്ക് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരു കളിപ്പാട്ടക്കാരനെയാണ് ഈ കഥയിൽ കൂടി ലേഖകൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ബച്ചോं को ബഹലാനെ വാല ഖിലോനെ വാല എന്ന് മധുരമായി പാട്ടുപാടി നടക്കുന്ന കളിപ്പാട്ടക്കാരൻ്റെ പാട്ട് കേട്ട് കുട്ടികളെല്ലാവരും ആ കളിപ്പാട്ടക്കാരൻ്റെ ചുറ്റും കൂടാറുണ്ട്. മധുരമായി പാട്ടുപാടി കുറഞ്ഞ വിലയ്ക്ക് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഈ കളിപ്പാട്ടക്കാരനെ കാണാൻ വീട്ടിലെ അമ്മമാർക്ക് കൂടി തിടുക്കമാണ്. റായ് വിജയ് ബഹാദൂറിൻ്റെ മക്കളാണ് ചുന്നും മുന്നും. ചുന്നും മുന്നും കളിപ്പാട്ടക്കാരൻ്റെ അടുത്ത് പോയി കളിപ്പാട്ടങ്ങൾ വാങ്ങി അത് വച്ച് കളിക്കുന്നത് കണ്ട് അവരുടെ അമ്മ കുട്ടികളോട് അതിൻ്റെ വില ചോദിക്കുകയും കളിപ്പാട്ടത്തിൻ്റെ വില 2 പൈസ എന്ന് പറഞ്ഞപ്പോൾ രോഹിണിക്ക് വളരെയധികം അതിശയമായി. ഇത്രയും വില കുറച്ച് കളിപ്പാട്ടം വിൽക്കുന്ന കളിപ്പാട്ടക്കാരനോട് രോഹിണിക്ക് അതിശയമാണ് തോന്നിയത്. 6 മാസത്തിന് ശേഷം ഓടക്കുഴൽ വിൽക്കുന്ന മുരളിവാലയെ കുറിച്ച് നഗരത്തിൽ ചർച്ചയായി. ഇത്രയും വില കുറച്ച് വിൽക്കുന്ന മുരളിവാലയെക്കുറിച്ച് നഗരത്തിലുള്ളവർക്ക് അതിശയമായിരുന്നു. ഒരു ദിവസം രോഹിണി വീട്ടിൽ നിൽക്കുമ്പോൾ ഖിലോനെ വാലയുടെ സ്വരം കേട്ടു. അവർ ഭർത്താവിനോട് പറഞ്ഞ് മുരളിവാലയെ വിളിപ്പിച്ചു. രോഹിണി മകൾക്ക് വേണ്ടി ഓടക്കുഴൽ വാങ്ങി. പിന്നെ മുരളിവാലയുടെ ചുറ്റും കുട്ടികൾ കൂടുകയും അയാൾ ഓരോരുത്തർക്കും മുരളി കൊടുക്കുകയും ചെയ്തു. കാശില്ലാത്തവർക്ക് വെറുതെ കൊടുക്കുകയും ചെയ്തു. 8 മാസത്തിന് ശേഷം വീണ്ടും ആ കളിപ്പാട്ടക്കാരൻ കുട്ടികൾക്ക് മിഠായിയുമായി വന്നു. മിഠായി വാലയെ കണ്ട ഉടൻ രോഹിണി അയാളെ വീട്ടിൽ വിളിപ്പിച്ചു. ചുന്നൂനും മുന്നൂനും മിഠായി വാങ്ങാൻ വേണ്ടിയായിരുന്നു. മിഠായി വാലയോട് രോഹിണി ചോദിച്ചു, ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ എന്തിനാണ് സാധനം വിൽക്കുന്നത്? രോഹിണിയുടെ ചോദ്യം കേട്ട് മിഠായി വാല തൻ്റെ കഥ പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കളിപ്പാട്ടക്കാരൻ മിഠായി വാല ഒരു വലിയൊരു പണക്കാരനായിരുന്നു. സ്വന്തമായ വീട്, വണ്ടി, വലിയ ബിസിനസ്സും ഉണ്ടായിരുന്നു. നഗരത്തിലെ ആദരണീയനായ ഒരു വ്യക്തിയായിരുന്നു. 2 മക്കൾ, സുന്ദരിയായ ഭാര്യ. ഇപ്പോൾ ഒന്നുമില്ല, എല്ലാവരും നഷ്ടപ്പെട്ടു. പഴയ കാര്യങ്ങൾ ഓർത്ത് മിഠായി വാല കരയാൻ തുടങ്ങി. കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതിലൂടെ അദ്ദേഹം തൻ്റെ ദുഃഖം മറക്കുന്നു. ചുന്നൂനും മുന്നൂനും കടലാസിൽ പൊതിഞ്ഞ് മിഠായി കൊടുത്ത് കാശ് വാങ്ങാതെ മിഠായി വാല അവിടെ നിന്നും പോയി. ഒരു ലാഭവുമില്ലാതെ കളിപ്പാട്ടങ്ങൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുത്ത് അവരിൽ നിന്ന് കിട്ടുന്ന സന്തോഷത്തിലൂടെ തൻ്റെ സ്വന്തം ദുഃഖം മറക്കുന്ന കളിപ്പാട്ടക്കാരനെ നിങ്ങൾ പരിചയപ്പെട്ടുവല്ലോ.